ഈമാൻ തെറ്റി പോകാനുള്ള അതെന്നിക്കോ മറന്നു പോകണ്ട എന്നിക്കോ ഈമാൻ തെറ്റി പോകാനുള്ള അഞ്ചാമതൊരു കാരണമുണ്ട്. അത് യുവാക്കളെ ചില അസുഖങ്ങളാണത്. ഏത് അസുഖങ്ങളാണത്? ഒന്ന് കിബ്ർ, രണ്ട് റിയാ, മൂന്ന് ഉജ്ബ്, നാല് ഹസദ്. ഈ 4 രോഗങ്ങള് ഒരാളുടെ ജീവിതത്തിലുണ്ടോ? കിബ്റുണ്ടോ? ഉൾനാട്യമുണ്ടോ? ബാഹ്യനാട്യമുണ്ടോ? അസൂയയുണ്ടോ? ചതി കൂടുതലുണ്ടോ? നിന്റെ ഈമാൻ കിട്ടുമെന്ന് നീ വിചാരിക്കണ്ട. അത് കിബിറുണ്ടെങ്കിൽ ഒന്ന് മാറ്റിവെച്ചോ. ഇന്ന് എത്രത്തോളം കിബറായി പോയി. യാ അല്ലാഹ്, പള്ളി പ്രസിഡന്റിന്റെ ചിന്ത, ഞാൻ പറയുന്ന അഭിപ്രായമേ സ്വീകരിക്കാൻ പറ്റൂ. കാര്യദർശിയുടെ ചിന്ത കിബർ. എന്റെ അഭിപ്രായത്തിന് വിരുദ്ധമായി ആരെങ്കിലും പറഞ്ഞാൽ പിന്നെ ഞാൻ അയാൾക്ക് നോട്ടടാണ്. ഇങ്ങനെ എല്ലാത്തിലും കിബർ കാണിക്കുന്ന, ദീനിയായ വിഷയത്തിൽ പോലും കിബർ കാണിക്കുന്ന ഒരു കാലഘട്ടത്ത് ജീവിക്കുന്ന ഞങ്ങള് ആഖിബത്ത് മോശമാകാനുള്ള ഏറ്റവും വലിയ കാരണമാണത്. അതുകൊണ്ടല്ലേ മഹാന്മാർ 4 പക്ഷികളുണ്ട്, ആ പക്ഷികളുടെ സ്വഭാവം നിങ്ങൾക്കുണ്ടാകരുതെന്ന് പറഞ്ഞത് കൊണ്ടാണ്. ആ പക്ഷികൾക്ക് ഇങ്ങനെയുള്ള 4 അസുഖങ്ങളുണ്ട്. മഹാന്മാർ പറയുന്നുണ്ടല്ലോ, അർബഅതും മിനത്തുയൂരി ത്വയ്യിറു തവൂസുൻ നാദീഖുൻ ഖുറാബുൻ നസ്റൂ. 4 പക്ഷികളുണ്ട്. 4 ಜಾತಿಯ പക്ഷികളിದೆ. ಆ 4 ಜಾತಿಯ പക്ഷിಗಳಲ್ಲಿ ಯಾವುದೇ ಒಂದು ಪಕ್ಷಿಯ ಸ್ವಭಾವ, ಯಾವುದೇ ಒಂದು ಬರ್ಡಿನ ಸ್ವಭಾವ ನಿಮ್ಮಲ್ಲಿ ಇರಬಾರದು. ಅದಾನು ಪಾಡುന്നത് ಅರ್ಬಅതുಂ മിനത്തുയൂരി ത്വയ്യിറു. ಆ 4 പക്ഷിಗಳು ಯಾವುದಿಲ್ಲ, ಆ 4 പക്ഷിಗಳು ಯಾವುದಿಲ್ಲ. ಅದರಲ್ಲಿ ಒಂದು ತಾವೂಸು. ತಾವೂಸ್ ಅಂದರೆ ಪಿಕಾಕ್. ಕೇಳಿಲ್ವೇ ನೀವು? ನವಿಲು ಗೊತ್ತಿಲ್ವಾ ನಿಮಗೆ? നവിലാണ് ഒന്ന്, അതിലൊന്ന് നവിലാണ്. താവൂസുന എന്ന് കൂട്ടിയത് എവിടെ? ತಾವೂಸುನ ಎಂದರೆ ನಮ್ಮ ನವಿಲು ಎಂದರ್ಥ. ನಮ್ಮ ನವಿಲು ಎಂದರೆ ನಾವು ಮನೆಯಲ್ಲಿ ಸಾಕುವ ನವಿಲು ಎಂದರ್ಥವಲ್ಲ. ನಮ್ಮ ರಾಷ್ಟ್ರ ಪಕ್ಷಿ ಯಾವುದು? ಅದು ನವಿಲಲ್ಲವೇ? ಅದನ್ನು ಸೇರಿಸಿ ಆಗಿದೆ ಅಲ್ಲಿ ತಾವೂಸುನ. ನೀವು ನವಿಲಿನಂತೆ ಆಗಬಾರದು. ಎರಡನೆಯದಾಗಿ ದೀಖುನ್, ನೀವು ಕೋಳಿಯಂತೆಯೂ ಆಗಬಾರದು. ಮೂರನೆಯದಾಗಿ ಗುರಾಬು, ನೀವು ಕಾಗೆಯಂತೆ ಆಗಬಾರದು. ನಾಲ್ಕನೆಯದು ಅನ್ನಸುರು, ಗಡಿಗೆ ಆಕಾಶದಲ್ಲಿ ಬಾಣೆತ್ತರದಲ್ಲಿ ಹಾರುವ ಅತ್ಯಂತ ಶಕ್ತಿಶಾಲಿಯಾದ ಗಿಡುಗವಿಲ್ಲವೇ? ಆ ಗಿಡುಗನಂತೆ ಕೂಡ ನೀವು ಆಗಬಾರದು. ಈ 4 ಹಕ್ಕಿಗಳ ಪೈಕಿ ಯಾವುದೇ ಹಕ್ಕಿಗಳ ಒಂದು ಸ್ವಭಾವ ನಿಮ್ಮಲ್ಲಿರಕೂಡದು. ಕಾರಣವೇನೋ? ಕಿಬುರುವ ಶಹವತುವ ಹಿರ್ಸುವ ಉಜುಬ ವಹಾದಿಹಿ ಅಖ್ಲಾಖು അസ്ഹാബിൽ കദിബി. ആ 4 പക്ഷികൾക്ക് ചില സ്വഭാവമുണ്ട്. നവിലില്ലേ, കിബ്രിയത്തുള്ളതാണത്. രണ്ടാമത് കോഴിയില്ലേ, ലൈംഗിക വലിയ തീറ്റയുള്ളതാണത്. മൂന്നാമത് പറയുന്നത് കാക്കച്ചിയില്ലേ, കാക്കയില്ലേ, അത് തീറ്റത്തിന് ആർത്തിയുള്ളതാണ്, തിന്നാൻ നല്ല ആർത്തിയുള്ളതാണ്. നാലാമത് പരുന്തില്ലേ, ഗിടുകയില്ലേ, അത് ഉജുബുള്ള പക്ഷിയാണ്. അത് ഉൾനാട്യമുള്ള, ഞാൻ എന്നൊരു ഭാവമുള്ള, ഞാനേ വലുത്, എന്നേക്കാൾ ശക്തിയുള്ളത് ആകാശത്തിലില്ല എന്ന ചിന്തയാണ് ഗിടുകക്കുള്ളത്. അതുകൊണ്ട് ആ 4 പക്ഷികളുടെ സ്വഭാവം നിങ്ങളിൽ ഉണ്ടായിക്കൂടാ. എന്തേ കാരണോ? അത് ആഖിബത്ത് തെറ്റാനുള്ള കാരണമാണ്.
ഒന്ന് രണ്ട് സംഭവങ്ങൾ ഇവിടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയുന്നുണ്ട്, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ അബ്ദുല്ലാഹ് ഇബ്നു അംർ, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങളും അബ്ദുല്ലാഹ് ഇബ്നു അംർ തങ്ങളും ഒരു സ്ഥലത്ത് കണ്ടുമുട്ടിയിട്ട് ഫതഹദ്ദസ, അവർ പരസ്പരം സംസാരിച്ചു, ചർച്ച ചെയ്തിട്ട് അബ്ദുല്ലാഹ് ഇബ്നു അംർ അങ്ങ് വീട്ടിലേക്ക് പോയി. പക്ഷേ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ യബ്കി, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾ വീട്ടിൽ പോകുന്നില്ല, കരയുകയാണ്, നിന്ന സ്ഥലത്ത് കരയുകയാണ്. ഫഖാല ലഹു റജുലുൻ, ഒരാൾ അവരോട് ചോദിച്ചു, മായുബ്കീക യാ അബാ അബ്ദുറഹ്മാൻ, നിങ്ങൾ എന്തേ ഇവിടെ ഇരുന്ന് കരയുന്നത്? അപ്പൊ പറയുന്നു, അബ്ദുല്ലാഹ് ഇബ്നു അംറില്ലേ, എന്റെ സഹോദരൻ ഇപ്പൊ സംസാരിച്ചു പോയ അബ്ദുല്ലാഹ് ഇബ്നു അംറില്ലേ, സഅമ അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അദ്ദേഹം എന്നോട് തീർത്തും പറഞ്ഞു തന്നു, നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിൻ കിബ്ർ കബ്ബഹുല്ലാഹു ലിവജിഹി ഫിന്നാർ. ആരുടെയെങ്കിലും ഒരാളുടെ ഖൽബില് ഒരനുമനി തൂക്കം കിബറുണ്ടെങ്കിൽ അദ്ദേഹം നരകത്തിലാണെന്ന് നബി തങ്ങൾ പറഞ്ഞു എന്ന് അബ്ദുല്ലാഹ് ഇബ്നു അംർ എന്നോട് പറഞ്ഞതുകൊണ്ട് അതോർത്തിട്ടാണ് എന്റെ ഖൽബിൽ കിബറുണ്ടോ, ഞാൻ കിബറുള്ളവനാണോ എന്നോർത്തിട്ടാ ഞാൻ കരയുന്നത്. അവർ ആ കിബർ ഓർത്ത് കരഞ്ഞുപോയി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പാവപ്പെട്ട ഞാനും നിങ്ങളും എവിടെയാണ്? നമ്മുടെ ജീവിതത്തിൽ മൊത്തം പറയാനുള്ളത് കിബറും ഉജ്ബും റിയാവും ഹസദ് മാത്രമല്ലേ പറയാനുള്ളത്? വേറെന്ത് പറയാനുണ്ട്? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ബജാറിൽ ടൗണിലൂടെ നല്ല ചരക്കങ്ങ് തലയിൽ കയറ്റി നടന്നു കൊണ്ടുപോവുകയാണ്. ചോദിച്ചു, നിങ്ങൾ ഇത്ര വലിയ ആലിമായിട്ട്, വലിയ മഹാൻ വ്യക്തിയായിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പുറത്തു കൊണ്ടുപോകുന്നത്? അപ്പോ പറഞ്ഞ മറുപടി, എന്റെ ഖൽബിൽ കിബ്ർ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആളുകൾക്ക് മുമ്പിലൂടെ ബജാറിലൂടെ ഇങ്ങനെ പുറത്തു കൊണ്ടുപോകുന്നത്. കിബ്ർ ഇല്ലാതിരിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു. അല്ലാഹു നമുക്കും തൗഫീഖ് നൽകട്ടെ. ഹസൂയ, ചതി, അത് വലിയ ഡേഞ്ചറസ് ആണത്. എന്തേ കാരണോ? അല്ലാഹുവിനോടുള്ള വിശ്വാസമില്ലാത്ത കാരണം കൊണ്ടാണ് അസൂയ, ചതി വരുന്നത്. അല്ലെ, ഒരാൾ കാർ വാങ്ങി, അപ്പുറത്തെ വീട്ടിലെ ഒരാൾ കാർ എടുത്തു, അപ്പോ നമുക്ക് വലിയ അസൂയ. ആ അസൂയ കാണിക്കുന്നത് ആ വീട്ടുകാരോടല്ല. അതിന്റെ അർത്ഥം എന്ത്? അല്ലാഹു അദ്ദേഹത്തിന് കൊടുത്തത് ശരിയായില്ല എന്നല്ലേ എന്റെ വാദം? അസൂയ കാണിക്കുന്ന ആളുടെ വാദം എന്ത്? അദ്ദേഹത്തിന് അല്ലാഹു കാറ് കൊടുത്തത് ശരിയായില്ല, എനിക്ക് കിട്ടേണ്ടതായിരുന്നു അത്. അപ്പൊ അള്ളാഹുവിന്റെ വിഷയത്തിലാണ് ഇവിടെ അസൂയ. ഇപ്പോ പക അള്ളാഹുവിന്റെ വിഷയത്തിലാണ്. ഈമാൻ കിട്ടുമോ? ഈമാൻ കിട്ടോ? എല്ലാ അമലുകളും അള്ളാഹു നഷ്ടപ്പെടുത്തും, എല്ലാ അമലുകളും നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ തുടരുന്നു. ആരാമത് ഒന്ന്, ഈമാൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് മഹാന്മാർ പറഞ്ഞ കാരണങ്ങളില് ആരാമത് കാരണം ഏതാണ്? അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ, അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ അത് കെയർ ചെയ്യുന്നില്ല. അള്ളാഹുവിന്റെ വിധി നിയമങ്ങളെ കെയർ ചെയ്യുന്നില്ല. ഇപ്പൊ കണ്ടില്ലേ നിങ്ങള്, വാട്സപ്പിലൂടെ കേൾക്കുമ്പോ വല്ലാത്ത വേദനയായി പോയി. ചിലത് നമ്മുടെ യുവാക്കളുടെ തെറ്റാണ്. എന്തെങ്കിലും ചില അല്ലറ ചില്ലറ കാര്യങ്ങള് വിവരമില്ലാത്ത നമ്മുടെ യുവതികൾ, സ്ത്രീകളുടെ ഭാഗത്തിൽ നിന്നുണ്ടാകുമ്പോ അത് വാട്സപ്പിലൂടെ ഷെയർ ചെയ്തിട്ട് നാണക്കെടുത്തുന്നവരാകരുത് ഞങ്ങൾ യുവാക്കളെ. കേട്ടോ, കിട്ടിയതെല്ലാം ഷെയർ ചെയ്തിട്ട് മറ്റയാളെ നാണക്കെടുത്തുന്നവരാകരുത് നിങ്ങള്. യാ അല്ലാഹ്, വേദനയായി പോയി.
രണ്ട് യുവതികൾ സംസാരിക്കുന്ന ക്ലിപ്പുകള്, അത് കട്ടെടുത്തവനാരാണ്, അതിന് ഷെയർ ചെയ്തവനാരാണ്? കഴിഞ്ഞ മാസാഴ്ചകളിൽ അത് എല്ലാ ഗ്രൂപ്പുകളിലും ഓടി കളിച്ചില്ലേ? ആ സ്ത്രീകൾ ചെയ്തതൊരു ഭാഗത്ത് തെറ്റാണത് വേറെ വിഷയോ. ഞങ്ങൾ എന്തിനാണ് അതിനെ നാണക്കെടുത്തുന്നത്? മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇങ്ങനെ ഇന്ന് പുതിയ പുതിയ കാര്യങ്ങളാണ്. ഇന്ന് ഹറാമുകളെല്ലാം ഹലാലുകളായി മാറിപ്പോയി, ഹലാലുകളെല്ലാം ഹറാമുകളുമായി മാറിപ്പോയി. അല്ലേ? അള്ളാഹുവിന്റെ നിയമത്തിന് വിടയില്ലല്ലോ. എനിക്കെന്തുമാകാം, ഏത് വർഗത്തിനും ഞാൻ ചേഞ്ചസ് ആകാം, ഞാൻ ആരോടും സംസാരിച്ചു കൊല്ലാം, ഞാൻ ആരോടും എന്തും ചെയ്തോട്ടെ, നിങ്ങൾക്ക് എന്ത് എന്ന് ചോദിക്കുന്ന കാലഘട്ടത്താ ഞാനും നിങ്ങളും ഉള്ളത്. നമ്മുടെ ഈമാൻ അല്ലാഹു സലാമത്താക്കട്ടെ. മുഅ്മിനീങ്ങളെ, വമായുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ. ഒരാൾക്ക് ഈമാൻ കിട്ടി, സന്മാർഗം കിട്ടിയിട്ട് പിന്നെ ഹബീബായ നബി തങ്ങൾക്ക് വിരുദ്ധമായി വന്നാൽ, വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന, അമുസ്ലിമീങ്ങളുടെ അന്യ മതസ്ഥരുടെ വഴി സ്വീകരിക്കുകയാണെങ്കിൽ, ഓ യുവതികളെ, നിങ്ങളെയൊന്ന് ഭർത്താക്കളുടെ കയ്യിലേക്കൊന്ന് ഏൽപ്പിക്കാൻ വേണ്ടി, നിങ്ങളുടെ കല്യാണം ഒന്ന് കഴിപ്പിക്കാൻ വേണ്ടി, നിന്നെയൊന്ന് നല്ല ഇണയിലേക്കൊന്ന് കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി നിന്റെ ജ്യേഷ്ഠൻ വന്ന ത്യാഗം ചെറിയ ത്യാഗമല്ല. നിന്റെ ഉപ്പ കരഞ്ഞ കരിച്ചൽ ചെറിയ കരിച്ചലല്ല. നിന്റെ ഉമ്മ എത്ര രാത്രി കിടന്നുറങ്ങാതെ നേരം കളഞ്ഞില്ലേ? നിന്റെ ഉപ്പ എത്ര ആളുകളുടെ മുമ്പിൽ പോയി ചോദിച്ചില്ലേ? എന്തേ കാരണോ? നിന്നെയൊന്ന് കല്യാണം ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ്. ആ ത്യാഗം വന്ന ഉപ്പയുടെ പണത്തിൽ നിന്നല്ലേ? മൊയ്ലാഞ്ചിയുടെ പേര് വെച്ചിട്ട്, പിന്നെന്തോ കളർ ഡേസിന്റെ പേര് വെച്ചിട്ട്, കേക്ക് കട്ടാക്കാൻ വേണ്ടി മാത്രം ഒരു രാത്രി, ഈ വസ്ത്രമിടാൻ വേണ്ടി മാത്രം ഒരു രാത്രി, അതേപോലെ കോളേജിലെ ബോയ്സ് ക്ലാസ്മേറ്റ്സിന് വേണ്ടി മാത്രം ഒരു രാത്രി, ഗേൾസ് ക്ലാസ്മേറ്റിന് വേണ്ടി മാത്രം ഒരു രാത്രി. ഓ എന്റെ പെങ്ങളെ, ഈ ചെലവിനുള്ള സമ്പാദ്യം നിന്റെ ഉപ്പ സമ്പാദിച്ചത് എത്ര ത്യാഗം വന്നിട്ടാണ്? ചിന്തിക്കണ്ടേ നീ? അറിയണ്ടേ നീ? ആ ഭാഗത്തേക്കൊന്ന് തലോടിക്കണ്ടേ നീ? അതെല്ലാം അനിസ്ലാമികമാണല്ലോ, ഇസ്ലാമിന് വിരുദ്ധമാണല്ലോ. അതാണ് ഈമാൻ തെറ്റിപ്പോകാനുള്ള ചെറിയ ചെറിയ കാരണങ്ങളാണ് നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാകുന്നത്. അല്ലാഹു നമ്മുടെ ഈമാൻ സംരക്ഷിക്കുമാറാകട്ടെ.